കൊച്ചി കാക്കനാട് തെങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ്സുകാരിക്ക് സ്കൂളിൽ ദുരനുഭവം ഉണ്ടായി. സഹപാഠികൾ കൊണ്ടുവന്ന നായ്ക്കുണ്ണ പൊടി ദേഹത്ത് വീണ് പെൺകുട്ടിക്ക് ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പരാതി ഉയരുന്നു. ജൂനിയറായ മറ്റൊരു കുട്ടിക്ക് നേരെ പ്രയോഗിക്കാൻ കൊണ്ടുവന്ന പൊടിയാണ് സഹപാഠികൾ ഈ കുട്ടിയുടെ നേർക്ക് തൂകിയത്. എൻ്റെ കൂട്ടുകാരായ അനന്യ നായ്ക്കറിനൊരു ക്ലാസ്സിൽ കൊണ്ടുവന്നു. അവളൊരു പോളിത്തീൻ കവർ നിറച്ചായിരുന്നു ഇത് കൊണ്ടുവന്നത്. ഇത് ഞാൻ IT എക്സാം കഴിഞ്ഞ് ഞാൻ അവിടെ കിടക്കുകയായിരുന്നു. എൻ്റെ ഇടയിൽ അവർ കൊണ്ടുവന്നിടുകയാണ് എനിക്ക് ചെയ്തത്. ഞാൻ ചെന്ന് കുളിച്ച് ഡ്രസ്സ് ഫുള്ള് അയക്കുന്തോറും ഇതിൻ്റെ പൊടി എൻ്റെ ഉള്ളിലേക്ക്, എൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലേക്കൊക്കെ എത്തണമായിരുന്നു ഈ പൊടി. എനിക്ക് ഭയങ്കര ചൊറിച്ചിൽ, ഭയങ്കര സഹിക്കാൻ വയ്യാത്തൊരു ചൊറിച്ചിലാണ് ഇതിൻ്റെ. എൻ്റെ HM ഇൻചാർജുള്ള ടീച്ചറും അറിഞ്ഞിട്ട് ഈ വിവരം എൻ്റെ അടുത്തേക്ക് പോലും എന്നെ ആശ്വസിപ്പിക്കാൻ പോലും ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നില്ല. യൂറിൻ പാസ് ചെയ്യാൻ പറ്റൂല. എനിക്ക് യൂറിൻ പോണ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു എനിക്ക്. ഹോസ്പിറ്റലിൽ മൊഴി എടുക്കാൻ പിറ്റേ ദിവസം വന്നപ്പോൾ ഞാൻ പറയണ ഒരു കാര്യം കൃത്യമായിട്ട് എഴുതിയെടുത്തില്ല. പിന്നെ എനിക്ക് വായിച്ചു നോക്കാൻ പോലും ഉണ്ടായിരുന്നു, തന്നുപോലുമില്ല. എൻ്റെ അമ്മേനെ മാറ്റി നിർത്തിയാണ് അവർ മൊഴി എടുത്തത്. 15 ദിവസം പെൺകുട്ടി ആശുപത്രിയിൽ കഴിഞ്ഞു. പരാതി നൽകിയിട്ടും സ്കൂൾ അധികൃതർ നടപടി എടുത്തിട്ടില്ലെന്നാണ് കുട്ടിയുടെ അമ്മയുടെ പരാതി. ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷനെ സമീപിച്ചതെന്നും കുട്ടിയുടെ അമ്മ 24-നോട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ അധ്യാപകരും എല്ലാം വളരെ കുട്ടിയോട് മോശമായ രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്. 6-ാം തീയതി കുട്ടിയെ ഗൈനിക്കിന്റെ അടുത്ത് കൊണ്ട് ചെന്നപ്പോഴാണ് കുട്ടിക്ക് മൂത്രാശയ ബുദ്ധിമുട്ടുകൾ, മൂത്രം പോകാത്ത തരത്തിലുള്ള അത്രയും പെയിൻ സഹിക്കുന്ന വിവരം ഡോക്ടറിൽ നിന്ന് നമുക്ക് അറിയാനും കഴിഞ്ഞത്. ഇതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടിയെ നിർബന്ധിച്ച് ക്ലാസ്സിലേക്ക് ഹാജറില്ല, അറ്റൻഡൻസ് ഇല്ല, ഈ വർഷം നിനക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് അധ്യാപകനായിട്ടുള്ള ശ്രീകാന്ത് സർ കുട്ടിയെ നിർബന്ധപൂർവ്വം ക്ലാസ്സിലേക്ക് വരുത്തുവാനുള്ള ശ്രമം നടത്തുകയുണ്ടായിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ 17-ാം തീയതിയാണ് പരാതിക്ക് പോയത്. കൂട്ടത്തിലിരുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതിൽ നിന്ന് എനിക്ക് വ്യക്തമായി അറിയാൻ കഴിയുന്നത് എനിക്ക് ഈ സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് തന്നെയാണ്. ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ തത്സമയം പ്രൈം ടൈമിൽ വരുന്നു. ശ്യാം, യഥാർത്ഥത്തിൽ ഇതുവരെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഈ പരാതി പുറത്താരും അറിഞ്ഞില്ല. പോലീസിന് പരാതി കൊടുത്തു, പോലീസ് പരിഗണിച്ചില്ല. പോലീസ് കമ്മീഷണർ അടുത്ത് പരാതി പോയപ്പോൾ മാത്രമാണല്ലോ പുറം ലോകം അറിയുന്നത്. എന്താണ് സംഭവിച്ചത്? SKN ഫെബ്രുവരി 3-ാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ക്ലാസ്സിൽ ഒരിക്കലും കുട്ടികൾ കൊണ്ടുവരാൻ പാടില്ലാത്ത നായ്ക്കുറ പൊടിയും ഒക്കെ കൊണ്ടുവന്ന് അത് മറ്റൊരു കുട്ടിയുടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയതാണ് ഈ സംഭവം. തുടർന്ന് വീട്ടുകാർ ഈ വിവരം അറിയുമ്പോഴേക്കും അധ്യാപകർ ഈ പ്രശ്നം കൂടുതൽ വഷളാക്കരുതെന്നാണ് ഇവരോട് ആവശ്യപ്പെട്ടത്. ഈ കുട്ടി ദിവസങ്ങളോളം കാക്കനാട്ടെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ കുട്ടിക്കുണ്ടായതായി ആ മെഡിക്കൽ റിപ്പോർട്ടിലടക്കം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പരാതിയുമായി ഇൻഫോ പാർക്ക് പോലീസിൽ ചെല്ലുമ്പോഴും ജുവൈനലായ കുട്ടികൾക്കെതിരെ കൂടുതൽ നടപടികൾ എടുക്കാൻ സാധിക്കില്ല എന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലും ആ പെൺകുട്ടി പറയുന്നത് താൻ പറഞ്ഞ കാര്യങ്ങളല്ല മൊഴിയിൽ എഴുതിയെടുത്തത് എന്നുള്ളതാണ്. പരാതിയുമായി ആ കുട്ടിയുടെ അമ്മ വീട്ടുജോലി ചെയ്താണ് കുട്ടികളെ വളർത്തുന്നത്. പരാതിയുമായി സ്റ്റേഷനിൽ ചെല്ലുമ്പോഴും അതിൽ ഒരു നീതി ലഭിക്കുന്നില്ല എന്ന് അവരും പരാതിപ്പെടുന്നു. ഈ അധ്യാപകരടക്കം ഈ കുട്ടിക്ക് ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടായിട്ടും ഇതിന് കാരണക്കാരായ കുട്ടികൾക്ക് നേരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നും ആരോപണമുണ്ട്. ഏതായാലും സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇപ്പോൾ പരാതി നൽകിയതിനു ശേഷമാണ് ഈ കേസിൽ ഇൻഫോ പാർക്ക് പോലീസ് ചില നടപടികൾ ആരംഭിക്കുകയെങ്കിലും ചെയ്തിരിക്കുന്നത്. ഏതായാലും വളരെ ക്രൂരമായ ഒരു ബുദ്ധിമുട്ടാണ് ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത്. പ്രത്യേകിച്ച് 10ാം ക്ലാസ് പരീക്ഷ എഴുതാനിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് കൂടിയാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നത്. ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയത് നിനക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് മറ്റൊരു ക്ലാസ്സിലെ ഒരു കുട്ടിയോട് പറയണം, അവളെയാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നതെന്ന് ഈ കുട്ടിയോട് ഇത് ചെയ്ത പെൺകുട്ടികൾ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ സംഭവം ഉണ്ടായിട്ടും ഇത് മൂടിവെക്കാൻ ശ്രമിക്കുന്ന സ്കൂളിനെതിരെ കർശന നടപടി വേണമെന്നുള്ളതാണ് ആ പെൺകുട്ടിയുടെ അമ്മ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്.